പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈ കരുണയുടെ അനുഗ്രഹ ദിനത്തിൽ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കരുണ വർഷിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എൻ്റെ മുമ്പോട്ടുള്ള വഴികളിൽ എന്നെ ബലപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൽത്താരയിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 77 വചനം 8, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 77 വേഴ്സ് 8 ഒരു ചോദ്യമാണ്. സങ്കീർത്തകന്റെ ഒരു ചോദ്യം, അവിടുത്തെ കരുണ എന്നേക്കുമായി അവസാനിച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി നിലച്ചുവോ? ഇതൊരു ചോദ്യമാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും ഈ ചോദ്യം പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദൈവമേ, അങ്ങയുടെ കരുണ അത് എന്നേക്കുമായി എൻ്റെ കുടുംബത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും അവസാനിച്ചുവോ, നിലച്ചുവോ? പല പല അനുഭവങ്ങൾക്ക് മുമ്പിൽ നമുക്കങ്ങനെ പലപ്പോഴും തോന്നാൻ സാധ്യതകളുണ്ട്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വലിയ ഭാരം, ദൈവമേ എൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ തീർന്നു, ഇനി ഞാൻ ഇങ്ങനെയാണ്, നശിച്ചൊരവസ്ഥയിലാണ്, ഇനി ഞാൻ തകർന്നൊരവസ്ഥയിലാണ്, ഇനി എന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പരിശുദ്ധ അൽത്താര നിന്നെ പഠിപ്പിക്കുന്ന പാഠം, നിന്റെ ജീവിതത്തിലൊന്നും അവസാനിച്ചിട്ടില്ല. നീ തകർക്കപ്പെട്ട അവസ്ഥയിൽ കഴിയേണ്ട ഒരു വ്യക്തിയല്ല. നിന്റെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ട്. ലൂക്കാസ് വിശേഷം 1:50, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 31-ാം തിരുവചനം, ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 4 വേഴ്സ് 31, നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. ഓരോ വ്യക്തിയും ഇതങ്ങ് ഹൃദയത്തിൽ ചേർത്ത് വെച്ചോ. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവം നിന്നെ ഒരിക്കലും നശിപ്പിക്കുകയില്ല. ഇതൊരു വാഗ്ദാനമാണ്, കരുണയുടെ വാഗ്ദാനമാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും, നിന്റെ ഉള്ളിൽ ഏതെങ്കിലും വിഷയങ്ങൾ ഇത് തീർന്നു, നശിച്ചു, എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്നിങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ കർത്താവ് ഇടപെടാൻ പോകുന്ന അനുഭവമാണ്. ആ മേഖലയിൽ, ആ വ്യക്തിയിൽ, ആ പ്രസ്ഥാനത്തിൽ, ആശയത്തിൽ കർത്താവിൻ്റെ കരുണ വെളിപ്പെടുന്ന സമയമാണ്. ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ മതി. ആഗ്രഹിക്കണം, കർത്താവേ അങ്ങയുടെ കരുണ അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിക്കുന്ന ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കരുണയുടെ അത്ഭുതകരമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ നിങ്ങളുടെ ജോലി മേഖലയിലോ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അങ്ങ് സമർപ്പിച്ചോ. വചനം പഠിപ്പിക്കുന്നു, അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. ഇതൊരു വാഗ്ദാനമാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ചോ. കർത്താവേ, ഇതെൻ്റെ മേൽ സംഭവിക്കട്ടെ. ഈ നിയോഗം ഞാൻ ഇത് അൾത്താരിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ലോകമെമ്പാടും ഇന്നേ ദിവസം ഈ അൾത്താരുടെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തെയും ഞാൻ ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ ജീവിതത്തെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ നിയോഗത്തിൽ അങ്ങ് ഇടപെടണമേ. ഒരുപക്ഷെ ഇവിടെ നിന്ന് നീണ്ട നാളുകളായി മകന് വേണ്ടി പ്രാർത്ഥിച്ച്, മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി അപ്പനും അമ്മയും ചിന്തിക്കുന്നുണ്ടാവും, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഇതാ കർത്താവ് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട അപ്പാ അമ്മേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും അവസാനിക്കില്ല. നിന്റെ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ വെളിപ്പെടും.
നീണ്ട നാളുകളായി തകർച്ചയിൽ കഴിയുന്ന അനേകരുടെ മേൽ കർത്താവിൻ്റെ കരുണ വെളിപ്പെടും. വിശ്വസിക്കണം, കരങ്ങൾ ഉയർത്തണം, തമ്പുരാന്റെ മുമ്പിൽ വിളിച്ച് പ്രാർത്ഥിക്കണം, യേശുവേന്ന് വിളിക്കണം. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് കാലാകാലങ്ങളായി ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ അനുഭവിക്കുന്ന നിരാശയുടെ, തഴക്കദോഷങ്ങളുടെ, അബദ്ധ ചിന്തകളുടെ, പൊട്ട ചിന്തകളുടെ സകല തിന്മയുടെ കെട്ടുകളെയും കർത്താവെ അങ്ങ് നിർവീര്യമാക്കണമേ, അങ്ങ് നിർവീര്യമാക്കണമേ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ പറ്റാതെ മടുപ്പ് അനുഭവപ്പെടുന്ന, പ്രാർത്ഥിക്കുമ്പോൾ ബോറടിക്കുന്ന, പാപചിന്തയില്ലാതെ, അനുതാപത്തിന് കൃപയില്ലാതെ അലസമായി കഴിയുന്ന അനേകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഈ ആരാധന സമയത്ത് കർത്താവെ കെട്ട് പൊട്ടിക്കണമേ, പൈശാചിക ശക്തികളുടെ കെട്ടുകൾ പൊട്ടിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി, നിനക്ക് എത്രത്തോളം പ്രാർത്ഥിക്കാമോ അത്രത്തോളം സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിക്കണം, വിളിക്കണം, വിളിക്കണം. പോരാ, 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 പോരാ. നന്നായിട്ട് പ്രാർത്ഥിച്ചോ, നന്നായിട്ട് പ്രാർത്ഥിച്ചോ, നന്നായിട്ട് പ്രാർത്ഥിച്ചോ. ജീവിത പങ്കാളിയുടെ തെറ്റായ സ്നേഹബന്ധം കർത്താവെ ആ മേഖലയെ നിർവീര്യമാക്കണമേ, കർത്താവെ നിർവീര്യമാക്കണമേ. പ്രാർത്ഥിച്ചോ. അവിശ്വസ്തതയുടെ പൈശാചിക പീഡകളെ കർത്താവെ നിർവീര്യമാക്കണമേ. മക്കളുടെ അനുസരണക്കേടിന്റെ കൂട്ടുകെട്ടിനെ നിർവീര്യമാക്കണമേ. തെറ്റായ ബോധ്യങ്ങളുടെ അടിമത്തത്തെ കർത്താവ് നിർവീര്യമാക്കണമേ. മൊബൈൽ ഫോണിന്റെ അടിമത്തത്തെ കർത്താവ് നിർവീര്യമാക്കണമേ. അശ്ലീല ചിത്രങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്ന മക്കളെ നിർവീര്യമാക്കണമേ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഒരൊറ്റ വിളി, എൻ്റെ ഈശോ. ദൈവ ശക്തി വെളിപ്പെടൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കൈകളടിച്ചേ, കണ്ണുകളടച്ച് കൈയടിച്ച പോരാ, നല്ല കൈയടി, ശക്തിയോടെ. യെസ്, പവർ, അനോയിന്റിംഗ് സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയുടെ മേൽ സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. സകല കെട്ടുകളും അഴിക്കുന്നു, സകല തിന്മയുടെ നാരക ശക്തികളെ നിർവീര്യമാക്കുന്നു. കർത്താവ് ഇടപെടുന്നു. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. യെസ്, സംഭവിക്കട്ടെ. ആമേൻ. പോരാ, നല്ല കൈയടി. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. പഠിക്കേ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ. തിരുരക്ത അഭിഷേകം നൽകണമേ. ആമേൻ. ഈശോയേ, നിന്റെ കരുണയിൽ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, ഈശോയേ, നിന്റെ കരുണയിൽ, കരുണയിൽ ആശ വയ്ക്കുന്നു. ചേർന്ന് പാടിക്കേ. ഈശോയെ പാടിക്കേ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. വിളിക്കാം. ഈശോയേ, ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരൊറ്റ വിളി, എൻ്റെ ഈശോ. വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ദൈവമേ, അത്ഭുത ശക്തി ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ദൈവിക ശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 89:28, എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും, അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ, ശക്തിയോടെ. പോരാ, അഭിഷേകം,
ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും അഭിഷേകം കടന്നു ചെല്ലട്ടെ. കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു കുഞ്ഞിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് കൈയടിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. അഭിലാഷ് എന്ന് പറയുന്ന സഹോദരൻ കർത്താവ് ഇടപെട്ട് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. പലതവണ പരീക്ഷ എഴുതി പരാജയപ്പെട്ട ഒരു മകളെ കർത്താവ് ആശ്വസിപ്പിക്കുന്നു, വിജയം നൽകുന്നു. നന്നായിട്ട് കൈയടിച്ചേ, ശക്തിയോടെ കൈയടിച്ചേ. പോരാ, ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടുന്നു. ആഗ്രഹിച്ച് ചേർന്നു. തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, ആമേൻ. വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, കുരിശിൽ ഈശോ മിശിഹ ചിന്തിയ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, ആത്മാവിൽ പുതുജീവൻ നൽകും തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യ കടലിൽ കഴുകണമേ, തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ. തിരുരക്ത അഭിഷേകം നൽകി കരങ്ങൾ ഉയർത്തി ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു. ചേർന്ന് ചേർന്ന് ഈശോയേ, നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയെ വിളിച്ചേ. ഈശോയേ, നിന്റെ കരുണയിൽ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ. കരുണയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്. ഈ പരിശുദ്ധ അൽത്താരിൽ നിന്നുള്ള അത്ഭുത ശക്തി ഓരോ ദൈവമകന്റെ ദൈവമകളുടെ മേലും വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം ഓരോ വ്യക്തിയിലേക്ക് സംഭവിക്കപ്പെടട്ടെ. അലർജി രോഗങ്ങളെ കർത്താവ് ശാസിച്ച് പുറത്താക്കുന്നു. ദൈവശക്തി അനേകരുടെ മേൽ വെളിപ്പെടുന്നു. പാരമ്പര്യ രോഗപീഠകളെ കർത്താവ് ബന്ധിച്ച് പുറത്താക്കുന്നു. സിനി എന്ന് പറയുന്ന ഒരു മകളെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലേക്കും വെളിപ്പെടുന്നു. കഴുത്തിന്റെ ഭാഗത്തെ ഒരു മുഴ, അത് വലിയ അപകടകരമായ ഒരു അവസ്ഥയിൽ നിന്നുള്ള പോലെ ഒരു സ്ത്രീ വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ആ രോഗിയെ തൊട്ട് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. വലിയൊരു കൃപ നിന്റെ മേൽ വെളിപ്പെടുന്നു. കൈകൾ ഉയർത്തി വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ, അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും വെളിപ്പെടട്ടെ. ജോയി എന്ന സഹോദരനെ കർത്താവ് പേരെടുത്ത് വിളിക്കുന്നു. കർത്താവിന്റെ കരുണ നിന്റെ മേൽ ഒഴുകുന്നു. ദൈവശക്തി നിന്റെ മേൽ ഒഴുകുന്നു. അവറാച്ചനെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. സുമിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ലീനയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കാലിന് കർത്താവ് ബലം നൽകി ഒരു സഹോദരനെ അനുഗ്രഹിക്കുന്നു. ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുന്നു. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും കൈകൾ ഉയർത്തി നേരെ വിളിച്ച് എന്റെ ഈശോയെ എന്ന് വിളിക്കട്ടെ. ആരാധന 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവ്, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച്, യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഓരോ വ്യക്തിയും ഉള്ളിൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് പറയുക, യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർക്ക് കർത്താവ് അതിശക്തമായ കൃപയാണ് വെളിപ്പെടുത്തുന്നത്. വിസയുടെ പ്രശ്നത്തെക്കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമേ, കർത്താവ് നിങ്ങൾക്കൊരു വഴി തുറക്കും. ഭാരപ്പെടേണ്ട. വലിയൊരു തുക പണം ഒരു കാര്യത്തിന് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് നാളുകളായി ഉത്തരം കിട്ടാതെ പണം നഷ്ടപ്പെട്ടല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നൊരു കുടുംബം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പണമല്ലേ, അത് നശിച്ചു പോകാൻ ദൈവം ഇടവരുത്തില്ല. വിശ്വസിക്കുക, നീ അത് ഏറ്റെടുക്കുക. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന സഹോദരനോടാണ് കർത്താവ് ഈ സന്ദേശം പറഞ്ഞത്.
സഹോദര, കർത്താവ് നഷ്ടപ്പെട്ട് നിനക്ക് തിരിച്ചു തരും. ഒന്നും അവസാനിച്ചിട്ടില്ല. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഡോക്ടറായ ഒരു സഹോദരിയോട് വിവാഹ ജീവിതത്തിലെ വലിയൊരു ഭാരത്തോടോർത്ത് വിഷമിച്ചുകൊണ്ട് ദേ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, മകളെ, നീ വിഷമിക്കേണ്ട, നിന്റെ പ്രശ്നത്തിന് കർത്താവ് പരിഹാരം നൽകും. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, ഓരോ വ്യക്തിയും വിശ്വസിക്കുക. ദൈവവിളിയെക്കുറിച്ച് വളരെയധികം ഭാരപ്പെട്ട് ഒരു സെമിനാരിയിൽ ആയിരുന്ന ഒരു വ്യക്തി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്ന സഹോദര, കർത്താവ് നിന്നിൽ ഇടപെടുന്നു. നീ ഭാരപ്പെടേണ്ട. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. തലമുടി കൊഴിയുന്ന അലർജി രോഗത്തെ ഓർത്ത് ഭാരപ്പെടുന്ന മകളെ, യേശു നിന്നിൽ ഇടപെടുന്നു. നീ നന്നായിട്ട് പ്രാർത്ഥിക്കണേ. ഡിവൈൻ മേഴ്സി പ്രാർത്ഥനയൊക്കെ ചൊല്ലണേ. കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഒത്തിരി നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയല്ലേ, ഇപ്പം എന്തേ പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു പോയത്? ദാ ഇന്നത്തെ ദിവസം കർത്താവ് വീണ്ടും നിന്നെ ശക്തിയുടെ കൃപയ്ക്ക് വേണ്ടി ഇതാ തിരിച്ചു പിടിക്കുകയാണ്. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ മുട്ടുകുത്താം. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രത്യേകിച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക, യേശുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ചോദിക്കണം. ആസ്ക് ഫോർ ഡിവൈൻ മേഴ്സി. യേശുവിൻ്റെ കരുണ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം. ബി മേഴ്സിഫുൾ. കരുണ മറ്റുള്ളവർക്ക് കൊടുക്കണം. കംപ്ലീറ്റ് ട്രസ്റ്റ്. സി കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ജീസസ്. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ആ വലിയ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ കരങ്ങൾ കൂപ്പി നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണ